ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു കടലക്കറിയാണ്. പുട്ട്, ചപ്പാത്തി, പൊറോട്ടൻ്റെ ഒക്കെ കൂടെ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കടലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കടല ഒരു 8 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണ്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കടല മൂടി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടിച്ച് വെച്ചിട്ട് 4-5 വിസിൽ വേവിക്കുക. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുകയാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ടിപ്സാണ്, നല്ല ജീരകം, ഒരു നുള്ള് നല്ല ജീരകം, അധികമാവാൻ പാടില്ല. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ നേരത്തെ വേവിക്കാൻ വെച്ച കടല വന്നിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അത് ചെറുതായിട്ട് തിള വരുന്നത് വരെ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. തിള വന്നു കഴിഞ്ഞാൽ അത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഇനി അതിലേക്ക് വറവിടാൻ ഉള്ള എണ്ണ ചൂടാക്കിക്കൊണ്ടിരിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ, ഉള്ളിയൊക്കെ ഒന്ന് നിറം മാറുന്നത് വരെ അതിന് എണ്ണയിൽ കിടക്കണം. ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അടിപൊളി കടലക്കറി തയ്യാറായിട്ടുണ്ട്. പുട്ടിൻ്റെ ഒക്കെ കൂടെ ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ കടലക്കറി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക്സ്.